അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. പിന്നെ ഒരു നബിദിന വ്ളോഗും കൂടെയാണ്. രാവിലെ തന്നെ സിയാമളാണ് എന്നെ വിളിച്ചുണർത്തിയത്. കൊച്ചു കൊച്ചു എന്നും പറഞ്ഞ് വിളിച്ചുണർത്തി. ഞങ്ങൾ രണ്ടുപേരും പല്ല് കഴിച്ച്. ഇത് ഇന്നലെ രാത്രി കിട്ടിയാണ് സിയാമക്ക് മൈലാഞ്ചി. ഓർഗാനിക് അല്ല, മറ്റേ ബിഗ് ബി പോലത്തെ ആയിരുന്നു ഇടണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ സിയാമൾ ഭയങ്കര നിർബന്ധം, അങ്ങനെ ഇട്ട് കൊടുത്ത്. രാവിലെ തന്നെ കുറച്ച് വെള്ളവും കൊടുത്ത്. അപ്പോൾ എനിക്ക് രാവിലത്തെ പണിയായിരുന്നു വെളുത്തുള്ളി ഒളിക്കൽ. പക്ഷേ ഫുള്ളും ഒളിക്കാൻ സമ്മതിച്ചില്ല എന്നെ കൊണ്ട്. ഭയങ്കര വാശിയായിരുന്നു. എന്തുവാ, എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിപ്പിക്കുന്നില്ല. പിന്നെ രാവിലെ തന്നെ സിയാമോളെ ഒരുക്കി നബിദിന റാലി കാണാൻ വേണ്ടി വാപ്പി പോവാന്ന് പറഞ്ഞു. അപ്പം സിയാമോളെയും കൊണ്ട് കാണിക്കുക, ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സിയാമോളിങ്ങനെ പൂവൊക്കെ വെക്കുന്നത്. അപ്പം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ആദ്യമായിട്ട് വെച്ചപ്പോൾ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും തലയിൽ വെച്ചാൽ അത് കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കണ്ണ് വെട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഇതാക്കും. അത് പിള്ളേരുടെ സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കല്ലുമാലയൊക്കെ ആദ്യമായിട്ടാണ് ഇട്ടത്. ഈ ഇടവട്ടാണ് ഞാൻ മുത്തുമാല ഇടിക്കാൻ തുടങ്ങിയത്. ഒരു മുത്തുമാല മേടിച്ചിട്ടുണ്ടായിരുന്നു, റോസ്. അത് വലിയതായിരുന്നു. സിയാമോളെക്കാട്ടിലും നല്ല വലിയ മാലയായിരുന്നു. പക്ഷേ അത് വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ കുഴപ്പമില്ല, ഇട്ടിട്ടല്ലേ ശീലിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ വലിച്ച് പൊട്ടി. പിന്നെ വളയൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് മുല്ലപ്പൊക്കെ വെച്ച് നല്ല സുന്ദരി പച്ചായി. പിന്നെ വാപ്പിടിക്ക് ചെരുപ്പ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഇട്ട് തരാൻ പറഞ്ഞു. പിന്നെ സിയാമൊക്കെ ഇരിക്കാൻ വേണ്ടി, വണ്ടിയിലിരിക്കാൻ വേണ്ടി ഒരു സീറ്റ് 2-3 മാസങ്ങൾക്ക് മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം ഇന്ന് വാപ്പി അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഫിറ്റ് ചെയ്ത് പിള്ളേരുടെ റാലിക്ക് കൂടെ നടത്തിക്കാന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകണത്. എന്താവുക ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ റോഡിൽ ഇറങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു, ഓടലും പിടിക്കലും ഒക്കെയായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പം സ്വഭാവം മാറിയെന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങുന്നില്ല, പിള്ളേരെ കണ്ടിട്ടും താഴെ ഇറങ്ങുന്നില്ല, വാപ്പിയുടെ ഒക്കെ തന്നെ ഇരിക്കുകയെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ സീറ്റ്. കണ്ട വാപ്പിനെ പിടിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ടൈമിലാണ് പിന്നെ ഞാൻ കുറച്ച് ഒതുക്കലും പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഒതുക്കാനും ഉണ്ട്, തുടയ്ക്കാനും ഉണ്ട്. അങ്ങനെ സിയാമോള് വാപ്പിയുടെ കൂടെ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ ജോലി ചെയ്തത്. പിന്നെ കുറച്ച് തുണി വിരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വിരിച്ചിട്ട് ബാക്കിയുള്ള ഉമ്മച്ചിക്ക് അടുക്കളയിൽ മന്തി വെക്കലായിരുന്നു. സ്പെഷ്യൽ മന്തിയായിരുന്നു. അപ്പം ഉമ്മച്ചി ആദ്യമായിട്ടാണ് ഇങ്ങനെ മന്തി വെക്കുന്നത്. അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഉമ്മച്ചി. ഇങ്ങനെ ചിക്കൻ അൽഫാം മന്തിയാണ്, ചിക്കൻ ഇങ്ങനെയാണ് മേടിച്ചത്. പൊരിക്കലും പിന്നെ കുറച്ച് പരിപാടിയാണ്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഒരു വട്ടം വെച്ചിട്ടുണ്ട് കുഴിമന്തി, പക്ഷെ അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവിടെ ഒതുക്കണം. ഒതുക്കി എന്നിട്ട് തൂത്ത് തുടക്കാൻ പറ്റത്തുള്ളൂ. സിയാമൾ വരുന്നതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ഒതുക്കിയപ്പോൾ സിയാമൾ വന്നു. അവിടെ ഇങ്ങനെ ബഹളമാണെന്നും പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്ന് അവിടെ നിർത്തുന്നില്ലായിരുന്നു. പിന്നെ ഫുള്ള് പൂവൊക്കെ പോയ പോലെ അല്ല തിരിച്ച് വന്നത്. പിന്നെ അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ച് എല്ലാവരുമായിട്ട് ഫുഡ് കഴിച്ച്. മണിപ്പുട്ടായിരുന്നു, പുട്ടും ഇറച്ചിക്കറിയായിരുന്നു. പിന്നെ സിയാമൾ വാപ്പിയുടെ പ്ലേറ്റിൽ കൈയിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം സിയാമൾ കഴിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കും, വാപ്പിയുടെ ഫ്രണ്ടിലായിരിക്കും, വാപ്പിയുടെ പ്ലേറ്റിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വാപ്പിയുടെ പ്ലേറ്റിൽ കൈയിട്ടായിരിക്കും കഴിക്കുന്നത്. പിന്നെ അവരെല്ലാം കഴിക്കാൻ പോയപ്പോൾ ഞാനും സിയാമോളും മാത്രമായി. എന്നിട്ട് ഞാനും സിയാമോളും പറഞ്ഞിട്ട് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സിയാമോളുടെ സ്വഭാവം പറയുന്നത് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി. പക്ഷെ എന്നെ ഒതുക്കാൻ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് വാപ്പി പുറത്തോട്ടെടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് പിന്നെ ബാക്കി ഞാൻ തൂത്തും തുടക്കാനൊക്കെ ഒരുങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നേരെ തൊട്ട് ഫ്രണ്ടിൽ കല്ലിടലായിരുന്നു. അവിടുത്തെ വീട് പൊളിച്ച് പുതിയ വീട് വെക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇത് രണ്ടും കിട്ടി. എനിക്ക് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നാൻ കിട്ടായ പോലത്തെ. അതെനിക്കിഷ്ടമല്ല. ഈ പേപ്പർ കേക്ക് ആണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാനെടുത്തു. പക്ഷേ പേപ്പർ കേക്കിൻ്റെ വേറൊരു ടേസ്റ്റ് ആയിരുന്നു, അത് ഞാൻ പകുതി കഴിച്ചുള്ളൂ. അപ്പം ഇവിടെയായിരുന്നു കല്ലിടൽ. അപ്പം അതും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനോർത്ത് കഴിച്ചിട്ട് ഇനി ചെയ്യാമായിരുന്നു. അങ്ങനെ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ തുടക്കാൻ തുടങ്ങി. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സിയാമോക്ക് ഇഡ്ഡലിയും സാമ്പാറും കൊണ്ട് തന്നായിരുന്നു സിയാമോക്ക് കഴിക്കാൻ വേണ്ടി. പക്ഷേ സിയാമ കഴിച്ചുകൊണ്ട് ഇപ്പം കൊടുത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ മിക്കപ്പോഴും നമ്മൾ ഇവിടെ നിൽക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നെങ്കിൽ തരും കേട്ടോ. പിന്നെ ഞാൻ തുടച്ച് കഴിഞ്ഞപ്പോൾ സിയാമ പുറത്തുനിന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ വലിയ അലമ്പൊന്നുമില്ല. വാപ്പി ഉള്ളപ്പോൾ അലമ്പൊന്നുമില്ലേ. പക്ഷേ ഞാനും ഉമ്മച്ചിയും മാത്രമാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇപ്പോഴത്തെ ഒരു രീതി അതാണ്. ഞാൻ ഇവിടെ വന്ന ശേഷം, പക്ഷെ അവിടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഉമ്മച്ചി ഇത് തകൃതിയായിട്ട് കുഴിമന്തി വെക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോഴത്തേനും ഞാൻ പോയി കുളിച്ച്. അപ്പം ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കും കേട്ടോ. അതെ, ഡോക്ടർ ഷീറ്റിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്, നല്ലതാണ്. പക്ഷേ ഞാനാണെങ്കിൽ ഫസ്റ്റ് വിറ്റാമിൻ സിയുടെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. അങ്ങനെ സൺസ്ക്രീനും ഉപയോഗിച്ച് ഫുള്ള് പരത്തി കൊടുത്ത് മറ്റേ
റൂൾ അനുസരിച്ചൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. 1 ഫിംഗർ 2 ഫിംഗർ 3 ഫിംഗർ ഒക്കെ ഇല്ലേ, ഞാനിങ്ങനെ കുത്തു ഇട്ട് കൊടുത്തിട്ട് ഇടുവാണ്. മറ്റേതും അങ്ങനെയായിരുന്നു, പക്ഷെ മറ്റേതിന് റിസൾട്ട് ഉണ്ടായിരുന്നു വിറ്റാമിൻ സിക്ക്. അപ്പം എനിക്ക് കുറച്ച് പക്ഷേ ഗ്ലോ ആയതുപോലെ തോന്നി. പിന്നെ അങ്ങനെ കുഴിമന്തിയൊക്കെ സെറ്റായി ദമ്മിട്ട് സെറ്റാക്കി വെച്ച് ഇപ്പോൾ സിയാമോൾ ഇക്കാനെയും നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇക്കാനും വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. ഉമ്മച്ചി 2ആയിട്ടാണ് മന്തി വെച്ചത്. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇതിൽ വെച്ചത് കുറച്ച് ചോറ് വെന്ത് പോയി, അതേ ഉള്ളായിരുന്നു. പിന്നെ ഇക്കയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നേരെ സിയാമോൾ ഒരുക്കി ഇതാക്കി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് സിയാമോൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് എത്തിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണീറ്റ് പിന്നെ അവിടെ ഭയങ്കര തുള്ളലും കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പം. അവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നാളത്തേക്ക് ഓണത്തിൻ്റെ പരിപാടിയൊക്കെ നാളെയായിരുന്നു. അപ്പം പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. ഞങ്ങളുടെ അടുത്ത് തന്നെ ചിക്കൻ കടയായിരുന്നു. പക്ഷേ എവിടെയും കടയില്ലായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന്, അതാണ് പ്രശ്നം. പിന്നെ തപ്പി ഈ ചിക്കൻ കട ഉണ്ടായിരുന്നു. അങ്ങനെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോയപ്പം അവിടെ വാപ്പിയും ഉമ്മയും കൂടെ ഇരുന്ന് നാളത്തേക്ക് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സിയാമോൾ ഉറക്കി അപ്പോഴും സിയാമോൾ ഉറക്കമായിരുന്നു. അങ്ങനെ നേരെ സിയാമോളെ ഉറക്കിയിട്ട് ഇവിടെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് മടക്കി വെച്ച്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.